ഏഷ്യയിലെ ഏറ്റവും വലിയ നാവികാഭ്യാസ പ്രകടനങ്ങൾക്ക് ഇന്ന് ബംഗാൾ ഉൾക്കടൽ വേദിയാകും. 72 രാജ്യങ്ങളിലെ നാവികസേനകൾ ഭാഗമാകുന്ന ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ ഇന്ന് വിശാഖപട്ടണത്ത് നടക്കും. 60ഓളം യുദ്ധക്കപ്പലുകളാണ് ഫ്ലീറ്റ് റിവ്യൂവിൽ അണിനിരക്കുക. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഫ്ലീറ്റ് റിവ്യൂവിൽ പങ്കെടുത്ത അഭിവാദ്യം സ്വീകരിക്കും. 72 രാജ്യങ്ങളിൽ നിന്നായുള്ള 60-ലധികം യുദ്ധക്കപ്പലുകളാണ് ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് നടക്കുന്ന ഈ ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂവിൽ പങ്കെടുക്കുന്നത്. രാവിലെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിവാദ്യം ചെയ്യുന്നതോടുകൂടിയാണ് ഈ ഫ്ലീറ്റ് റിവ്യൂവിന് ഔദ്യോഗികമായ തുടക്കം കുറിക്കുന്നത്. അമേരിക്ക, റഷ്യ തുടങ്ങിയ ലോകശക്തികളുടെ ഏറ്റവും പുത്തൻ യുദ്ധക്കപ്പലുകൾ ഈ ഫ്ലീറ്റ് റിവ്യൂവിൻ്റെ ഭാഗമാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഈ ഫ്ലീറ്റ് റിവ്യൂവിൻ്റെ ഭാഗമായി നടക്കുന്ന ചടങ്ങുകൾ ഏതാണ്ട് 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതായിരിക്കും. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നതാണ്. ഈ ഫ്ലീറ്റ് റിവ്യൂവിൽ പങ്കെടുക്കുന്ന കപ്പലുകൾ ഇതിനോടകം തന്നെ ബംഗാൾ ഉൾക്കടലിൽ ഈ നങ്കൂരമിട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ സൗഹൃദ രാജ്യങ്ങളുടെ യുദ്ധക്കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും കൂട്ടായ്മ, അവരുടെ സൈനിക വൈദഗ്ധ്യം ഇതിൽ പ്രദർശിപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കപ്പലുകൾ, അതുപോലെ തന്നെ യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ, നാവികസേനയുടെ വിമാനങ്ങളുടെ ഫ്ലൈ പാസ്റ്റ് തുടങ്ങിയവയൊക്കെ ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂവിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച INS സുമേധയിൽ സഞ്ചരിച്ചുകൊണ്ട് ആഴക്കടലിൽ എത്തിയാണ് ഈ ഫ്ലീറ്റ് റിവ്യൂവിന് അഭിവാദ്യം അർപ്പിക്കുന്നത്. ആന്ധ്രാപ്രദേശിന്റെ ഗവർണറും മുഖ്യമന്ത്രിയും രാഷ്ട്രപതിയെ അനുഗമിക്കുന്നതായിരിക്കും. INS വിക്രാന്ത് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ അഭിമാനമായ പല യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും ഈ ഫ്ലീറ്റ് റിവ്യൂവിൻ്റെ ഭാഗമാകുകയും ചെയ്യുന്നുണ്ട്. വിശാഖപട്ടണത്തിന് അടുത്ത ഒരാഴ്ച കപ്പലുകളുടെയും മറ്റും അഭ്യാസ പ്രകടനങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. നാളെ മിലാൻ 2026 ഔപചാരികമായ തുടക്കം കുറിക്കുന്നതായിരിക്കും. ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ, അതുപോലെ തന്നെ മിലാൻ 2026, വിവിധ രാജ്യങ്ങളുടെ നാവികസേന തലവന്മാരുടെ കോൺഫറൻസ്, അങ്ങനെ 3 സുപ്രധാനമായ ചടങ്ങുകൾക്കാണ് ഇപ്പോൾ വിശാഖപട്ടണം വേദിയാകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാവികാഭ്യാസ പ്രകടനങ്ങൾക്കാണ് വിശാഖപട്ടണം അല്പസമയത്തിനുള്ളിൽ തന്നെ സാക്ഷിയാകാൻ വേണ്ടി പോകുന്നത്.